DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവർക്ക് എല്ലാ ആശുപത്രികളിലും 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ റാഹത്ത് സ്കീമിനെ കുറിച്ചും അതുപോലെ എല്ലാവർക്കും 5 ദിവസം സൗജന്യ ചികിത്സ ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് സേവർ സ്കീമിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സർക്കാരുകളുടെ ഏറ്റവും പുതിയ ഈ സ്കീമിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. വാഹനാപകടങ്ങളിൽ പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് 1.5 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകും. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് PM റാഹത്ത്. റോഡപകടങ്ങളിൽ പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപകടം നടന്നയുടൻ പണമില്ലെന്ന കാരണത്താൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. PM റാഹത്ത് എന്നതിൻ്റെ പൂർണ്ണരൂപം റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്യൂർഡ് ട്രീറ്റ്മെന്റ് സ്കീം എന്നാണ്. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആശുപത്രി ചിലവുകൾക്കും ചികിത്സയ്ക്കുമായി സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. റോഡപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ വേഗത്തിൽ തന്നെ ചികിത്സ ലഭിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് ക്യാഷ് പ്ലസ് ആയി എമർജൻസി ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഇന്ത്യയിലെല്ലായിടത്തും ഈ ഒരു പുതിയ സ്കീം ആപ്ലിക്കബിൾ ആണ്. ഈ പദ്ധതി പ്രകാരം വാഹനാപകടത്തിൽപ്പെടുന്ന ഓരോ വ്യക്തിക്കും 1.5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ചികിത്സയാണ് സർക്കാർ ഉറപ്പു നൽകുന്നത്. അപകടം നടന്ന ദിവസം മുതൽ 7 ദിവസം വരെയാണ് ഈ ഒരു സ്കീം പ്രകാരം ഈ ഒരു നേട്ടം ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പണമൊന്നും അടയ്ക്കാതെ തന്നെ ചികിത്സ ലഭ്യമാകും. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം, അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചിരിക്കണം. റോഡപകടങ്ങൾ നടന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കിയാൽ പരിക്കേറ്റവരുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണമില്ലാത്തതിനാൽ ആശുപത്രിയിലെത്തിക്കാൻ വൈകുന്ന സാഹചര്യം ഒഴിവാക്കി ഈ സുവർണ മണിക്കൂറിനുള്ളിൽ ചികിത്സ ഉറപ്പാക്കാൻ PM റാഹത്ത് പദ്ധതി സഹായിക്കുന്നു. ഇന്ത്യയിൽ എവിടെ വാഹനാപകടം നടന്നാലും ഈ സ്കീം ബാധകമാണ്. നാഷണൽ ഹൈവേകൾ, സ്റ്റേറ്റ് ഹൈവേകൾ അല്ലെങ്കിൽ പ്രാദേശിക റോഡുകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന അപകടങ്ങൾക്കെല്ലാം ഈ സഹായം ലഭിക്കും. അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിലെത്തിക്കുന്ന വ്യക്തിക്ക് ചികിത്സാ ചിലവ് വഹിക്കേണ്ട ബാധ്യതയില്ല എന്നതും ഈ പദ്ധതിയുടെ വലിയ പ്രത്യേകതയാണ്. അപകടം നടന്നാൽ ഉടൻ തന്നെ 112 എന്ന എമർജൻസി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഇന്ത്യയിലെ ഔദ്യോഗിക എമർജൻസി റെസ്പോൺസ് നമ്പറാണ്. ഈ നമ്പറിൽ വിളിക്കുന്നതോടെ പോലീസ്, ആംബുലൻസ്, ഏറ്റവും അടുത്തുള്ള അംഗീകൃത ആശുപത്രി എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിക്കേറ്റവരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. പദ്ധതി പ്രകാരം ചികിത്സാ തുക ലഭിക്കുന്നതിന് പോലീസിന്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആവശ്യമാണ്. അപകടം എങ്ങനെ സംഭവിച്ചുവെന്നും എത്രത്തോളം ഗുരുതരമാണെന്നും പോലീസ് സാക്ഷ്യപ്പെടുത്തണം. ഇതൊരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ട് വഴിയാണ് ആശുപത്രികൾക്ക് ചികിത്സ ചിലവ് തിരികെ നൽകുന്നത്. വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചികിത്സാ തുകയിൽ ഇൻഷുറൻസ് കമ്പനിയും പങ്കുചേരും. എന്നാൽ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ പോലും പരിക്കേറ്റയാളുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുതെന്നാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്രിട്ടിക്കൽ അല്ലാത്ത കേസുകൾക്ക് 24 മണിക്കൂർ വരെയും അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ 48 മണിക്കൂർ വരെയുമുള്ള പ്രത്യേക ചികിത്സാ പരിചരണവും ഈ സ്കീം വഴി സൗജന്യമായി ലഭിക്കും. പരിക്കേറ്റവർക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തുക ഈടാക്കാതെ ചികിത്സ നൽകാൻ ആശുപത്രികൾ ബാധ്യസ്ഥരാണ്. 2026 ഫെബ്രുവരി മാസത്തിലാണ് ഈ പുതിയ സ്കീം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾക്കും ആശുപത്രികൾക്കും അനുസൃതമായിട്ടായിരിക്കും പദ്ധതിയുടെ പ്രായോഗികമായ നടത്തിപ്പ്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി സർക്കാർ വെബ്സൈറ്റുകളോ ലോക്കൽ അതോറിറ്റികളുമായോ ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. ഇതോടൊപ്പം തന്നെ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ ആരോഗ്യ മേഖലയിൽ വലിയൊരു കാൽവെപ്പായി ലൈഫ് സേവർ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് റോഡ് സേവർ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിലേക്കൊക്കെ പോകുമ്പോൾ വലിയ ബില്ലുകൾ താങ്ങാനാവാതെ പല കുടുംബങ്ങളും പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാർക്കൊരു ആശ്വാസമായാണ് റോഡ് സേവർ പദ്ധതി പ്രഖ്യാപിച്ചത്. ആദ്യത്തെ 5 ദിവസം പണമൊന്നും നൽകാതെ ചികിത്സ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സാധാരണക്കാർക്കൊരു ആശ്വാസമാണ്. റോഡപകടങ്ങളിലും മറ്റും പെട്ട് ആശുപത്രിവാസത്തിലൂടെ കടക്കണിയിൽ അകപ്പെട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് വളരെ ആശ്വാസകരമായ രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേവർ പദ്ധതിയും കേന്ദ്ര സർക്കാരിൻ്റെ PM റാഹത്ത് പദ്ധതിയും അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.